നമസ്കാരം, ഞാൻ ഡോക്ടർ രഞ്ജിത്ത് സുഭാഷ്, SCERT കേരളയിലെ റിസർച്ച് ഓഫീസറും ഹയർ സെക്കൻഡറി ക്ലസ്റ്ററിൻ്റെ അക്കാഡമിക് കോർഡിനേറ്ററുമാണ്. ഹയർ സെക്കൻഡറി തല ക്ലസ്റ്ററുകൾ അവസാനിച്ചിരിക്കുകയാണല്ലോ. ക്ലസ്റ്റർ മീറ്റിങ്ങിൽ ചർച്ച ചെയ്തതുപോലെ ക്രിയേറ്റീവ് ചോദ്യങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതിനുള്ള പ്രക്രിയയാണ് ഈ വീഡിയോയിലൂടെ വിശദീകരിക്കുന്നത്. കഴിഞ്ഞ വർഷം ചോദ്യപേപ്പറുകൾ തയ്യാറാക്കുകയും SCERT ക്വസ്റ്റ്യൻ പൂളിലേക്ക് അപ്ലോഡ് ചെയ്യുകയും ചെയ്ത വിവരം ഓർക്കുന്നുണ്ടല്ലോ. ഇത്തവണയും അതേ വെബ്സൈറ്റിലേക്ക് തന്നെയാണ് നിങ്ങളുണ്ടാക്കുന്ന ക്രിയേറ്റീവ് ചോദ്യങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത്. എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് ലോഗിൻ ചെയ്യേണ്ടതെന്നും ഈ വീഡിയോയിലൂടെ വിശദമായി വിശദീകരിക്കുന്നുണ്ട്. എല്ലാ DRGമാർക്കും ലോഗിൻ ലഭിക്കുന്നതാണ്. യൂസർ ID എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും പെൻ നമ്പറാണ്. ഡിഫാൾട്ട് പാസ്വേഡ് എന്ന് പറയുന്നത് cluster@23 C ക്യാപിറ്റൽ CLUSTER@23 എന്നാണ് ഡിഫാൾട്ട് പാസ്വേഡ്. എല്ലാവരും ഗൂഗിൾ എടുക്കുക. ഗൂഗിൾ എടുത്തിട്ട് നമ്മുടെ സൈറ്റിൻ്റെ URL ആയിട്ടുള്ള questionpool.scrt.kerala.gov.in എന്ന് പറഞ്ഞ URL ടൈപ്പ് ചെയ്യുക. എന്നിട്ട് വെബ്സൈറ്റിലേക്ക് പ്രവേശിക്കുമ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് ലോഗിൻ, ക്ലസ്റ്റർ ലോഗിൻ എന്ന 2 ലോഗിനുകൾ നമുക്ക് ലഭ്യമാണ്. നമുക്കറിയാം, കഴിഞ്ഞ വർഷം ഈ സൈറ്റിൽ തന്നെയാണ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അപ്ലോഡ് ചെയ്തത്. ഇപ്രാവശ്യം ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന് പകരം ക്രിയേറ്റീവ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. ക്ലസ്റ്റർ ലോഗിൻ എന്ന് പറയുന്ന ഫീൽഡ് എടുക്കുക, ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളോട് എൻ്റർ യുവർ യൂസർ നെയിം ചോദിക്കും. നമ്മുടെ യൂസർ നെയിം എന്ന് പറയുന്നത് നമ്മുടെ പെൻ നമ്പർ ആയിരിക്കും. ഞാനൊരു ഡമ്മി പെൻ നമ്പറാണ് ഇവിടെ ടൈപ്പ് ചെയ്യാൻ പോകുന്നത്. സോ ഇവിടുത്തെ യൂസർ ID എന്ന് പറയുന്നത് ഒരു DRGയുടെ പെൻ നമ്പറാണ്. ഇവിടുത്തെ പെൻ നമ്പർ എന്ന് പറയുന്നത് 793900 ആണ്. ഇനി കറണ്ട് പാസ്വേഡ് cluster@23 ആണ്. ന്യൂ പാസ്വേഡ് കൊടുക്കാം. ന്യൂ പാസ്വേഡ് കൊടുക്കുമ്പം ശ്രദ്ധിക്കുക, ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും തമ്മിലുള്ള കോമ്പിനേഷൻ ഉണ്ടാവണം. സോ അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ കൊടുത്ത് SCRT@987 എന്നാണ് പുതിയ പാസ്വേഡ് കൊടുത്തിരിക്കുന്നത്. ക്യാപിറ്റൽ SERT@987. പാസ്വേഡ് ചേഞ്ച് ചെയ്താൽ ഉടനെ റീലോഗിൻ മെസ്സേജ് വരും. സോ നമുക്ക് വീണ്ടും ക്ലസ്റ്റർ ലോഗിനിൽ പോയിട്ട് യൂസർ ID കൊടുക്കുക. യൂസർ ID ആൾറെഡി ഇവിടെ സേവ്ഡ് ആണ്. സോ അത് സെലക്ട് ചെയ്താൽ മാത്രം മതി. പാസ്വേഡും കൊടുക്കുക. ക്യാപിറ്റലാണ് SCRT@987. ഡിസ്ട്രിക്റ്റ്, ഈ DRGയുടെ ഡിസ്ട്രിക്റ്റ് തിരുവനന്തപുരമാണ്. സോ തിരുവനന്തപുരം സെലക്ട് ചെയ്തു. അപ്പോൾ അത് നോക്കിയാൽ മതി. നമ്മൾ ക്വസ്റ്റ്യൻ അപ്ലോഡ് ചെയ്യാനുള്ള വിൻഡോയിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. കാണുന്നുണ്ടല്ലോ, ഗവൺമെൻറ് ഗേൾസ് HSS കോട്ടൺ ഹിൽ ട്രിവാൻഡ്രം 1002 എന്ന് പറയുന്ന സ്കൂളാണ് ക്ലസ്റ്റർ സെൻറ്റർ എന്ന് പറയുന്നത്. അനു S കുമാർ എന്ന് പറയുന്ന DRGയുടെ ലോഗിനിലാണ് ഇപ്പോൾ പ്രവേശിച്ചിട്ടുള്ളത്. സോ മറ്റ് ഡീറ്റെയിൽസ് കോമൺ ആണ്. അപ്ലോഡ് ക്രിയേറ്റീവ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന ലിങ്കിലേക്ക് വരിക, ക്ലിക്ക് ചെയ്യുക. ഇയർ സെലക്ട് ചെയ്യുക. 2023 ആണ് ഇയർ വരിക. ക്ലാസ് സെലക്ട് ചെയ്യുക. ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ ഉണ്ട്. ഫോർ ദ ടൈം ബീയിങ് നമ്മൾ സെക്കൻഡ് ഇയർ സെലക്ട് ചെയ്യുന്നു. ഇതേ പ്രൊസീജിയർ തന്നെ ഫസ്റ്റ് ഇയറിനും ചെയ്താൽ മതിയാകും. ഈ വ്യക്തിയുടെ വിഷയം അക്കൗണ്ടൻസി ആണ്. സോ അക്കൗണ്ട് സെലക്ട് ചെയ്തു. അക്കൗണ്ടിങ്ങിൽ തന്നെ ആദ്യത്തെ ടെക്സ്റ്റ് ബുക്കായിട്ടുള്ള അക്കൗണ്ടിങ് എന്ന് പറയുന്ന ബുക്ക് സെലക്ട് ചെയ്തു. യൂണിറ്റ് ഇല്ല, യൂണിറ്റ് ഭാഷാ വിഷയങ്ങൾക്കുള്ളത്. മറ്റ് വിഷയങ്ങൾക്ക് യൂണിറ്റ് ഇല്ലാത്തതുകൊണ്ട് നില്ല് കൊടുക്കുക. സെലക്ട് ചാപ്റ്റർ എടുത്തു. ഒന്നാമത്തെ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ഈ ക്ലസ്റ്ററിൽ നിന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ ചാപ്റ്റർ എടുക്കുക. ഒന്നാമത്തെ ചാപ്റ്റർ എടുക്കുമ്പോൾ ദെൻ 4 ടീമാണ് ഒരു ഇയറിൽ ഒരു ക്ലസ്റ്ററിൽ പരമാവധി ഉണ്ടാവുക. 1, 2, 3, 4 എന്ന് പറയുന്ന 4 ടീമുണ്ട്. കൂടാതെ ആ ടീം ലീഡേഴ്സിൻ്റെ ഫയലാണ് ടീം ലീഡേഴ്സ് എന്ന് പറയുന്ന വിൻഡോയിലൂടെ അപ്ലോഡ് ചെയ്യേണ്ടത്. നമുക്കറിയാം, ടീം ലീഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ 4 ടീമിലെ ഓരോ ലീഡറും അവരേത് വിഷയമാണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്, ഏത് ചാപ്റ്ററാണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്, എത്ര ക്വസ്റ്റ്യൻസാണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്, ഇങ്ങനെയുള്ള വിവരങ്ങളാണ് ചെയ്യേണ്ടത്. അതിൻ്റെ ഡീറ്റെയിൽ ഫോർമാറ്റ് നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. തന്നിരിക്കുന്ന മൊഡ്യൂളിലും ആ ഫോർമാറ്റുകളെല്ലാം ഉണ്ട്. ഇവിടെ ഒന്നാമത്തെ ടീമിൻ്റെ ക്വസ്റ്റ്യൻ നമുക്ക് അപ്ലോഡ് ചെയ്യാം. ഒന്നാമത്തെ ടീം ഒന്നാമത്തെ ചാപ്റ്ററാണ് ചെയ്തതെന്ന് വിചാരിക്കുക. ഫയൽ ചൂസ് ചെയ്യുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓരോ ചാപ്റ്ററിൻ്റെയും അടിസ്ഥാനത്തിലായിരിക്കണം നമ്മൾ ഫയൽ സേവ് ചെയ്യേണ്ടത്. ഒരു ചാപ്റ്റർ 1, ചാപ്റ്റർ 2, ചാപ്റ്റർ 3, ചാപ്റ്റർ 4 എന്നീ നിലയിൽ ഫയലുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, സേവ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ടീം ലീഡേഴ്സിൻ്റെ ഫയലും, അങ്ങനെ 5 ഫയൽ കൃത്യമായിട്ട് ആൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്. നിങ്ങളും അങ്ങനെ എത്ര ചാപ്റ്റേഴ്സിൻ്റെ ചോദ്യങ്ങളാണ് നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ സെക്കൻഡ് ഇയറിൽ ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്, ആ സെക്കൻഡ് ഇയറിൽ അത്രയും ചാപ്റ്റർ ആൾറെഡി കമ്പ്യൂട്ടറിൽ എന്ത് ചെയ്യണം, PDF ആയിട്ട് സേവ് ചെയ്തിടണം. കൂടാതെ ടീം ലീഡേഴ്സിൻ്റെ ഡീറ്റെയിൽസും തന്നിരിക്കുന്ന ഫോർമാറ്റിൽ PDF ആയി സേവ് ചെയ്തിട്ടതിന് ശേഷം മാത്രമേ ഈ അപ്ലോഡിംഗ് പ്രക്രിയ ആരംഭിക്കാവൂ.
ഒന്നാമത്തെ ഫയൽ എടുത്തു, അപ്ലോഡ് ചെയ്യുന്നു. ഫയൽ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി അപ്ലോഡ് കൊടുക്കുക. അപ്ലോഡ് സക്സസ്ഫുള്ളി കാണിക്കുന്നു. ക്വസ്റ്റ്യൻ വ്യൂ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചെക്ക് ചെയ്യാം. ക്വസ്റ്റ്യൻ അപ്ലോഡ് ഉണ്ട്, ക്വസ്റ്റ്യൻ വ്യൂ ഉണ്ട്. അപ്പോൾ അപ്ലോഡ് ചെയ്യാനുള്ള വിൻഡോ ആണ് ക്വസ്റ്റ്യൻ അപ്ലോഡ് എന്ന് പറയുന്ന വിൻഡോ. അപ്ലോഡ് ചെയ്ത ക്വസ്റ്റ്യൻ ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് നോക്കുന്നതാണ് ക്വസ്റ്റ്യൻ വ്യൂ വിൻഡോ. വേണമെങ്കിൽ നമുക്ക് നോക്കാം അപ്ലോഡ് ചെയ്ത ക്വസ്റ്റ്യൻ തന്നെയാണോ വന്നത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. സോ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ക്രിയേറ്റീവ് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വന്നിട്ടുണ്ട്. നമുക്കവിടെ അതിനകത്ത് ക്വസ്റ്റ്യൻ്റെ ഹെഡിങ്ങിൽ വേണമെങ്കിൽ നമുക്ക് അതിനകത്ത് ഇയറും സബ്ജക്റ്റും ടൈറ്റിൽ ഓഫ് ദി ടെക്സ്റ്റ് ബുക്കും നെയിം ഓഫ് ദി യൂണിറ്റ് അല്ലെങ്കിൽ ചാപ്റ്റർ ഇത്രയും കാര്യങ്ങൾ കൂടി നമുക്ക് ഫില്ല് ചെയ്യാവുന്നതാണ്. സോ ക്വസ്റ്റ്യൻസ് ഡൗൺലോഡ് ചെയ്തെടുത്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാവും ഏതിൻ്റെ ക്വസ്റ്റ്യൻ ആണ്, ഏത് ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണെന്ന് നമുക്ക് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ടും കൂടി ചെയ്യുന്ന ക്വസ്റ്റ്യൻസിൻ്റെ എല്ലാം മുൻപിൽ ഇങ്ങനെ ഒരു തലക്കെട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇനി നമുക്ക് രണ്ടാമത്തെ ടീമിൻ്റെ ചോദ്യം അപ്ലോഡ് ചെയ്യാം. രണ്ടാമത്തെ ടീം ചാപ്റ്റർ 3 ആണ് ചെയ്യുന്നത് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ചാപ്റ്റർ 3 എടുക്കുക, അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ടീം 2ൻ്റെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ദെൻ ടീം 3 എടുക്കുക. ടീം 3 നാലാമത്തെ ചാപ്റ്ററാണ് ചെയ്യുന്നത് വിചാരിക്കുക. അപ്ലോഡ് ചെയ്യുക. ദെൻ ടീം 4 എടുക്കുക, സെലക്ട് ചെയ്യുക. ടീം 4 സെലക്ട് ചെയ്യുക. ഇനി അപ്ലോഡ് ചെയ്യാനുള്ള ചാപ്റ്റർ എന്ന് പറയുന്നത് രണ്ടാമത്തെ ചാപ്റ്ററാണ്. ബാക്കിയെല്ലാം ആളുടെ അപ്ലോഡ് ചെയ്ത് ഇവിടുത്തെ അപ്ലോഡ് ചെയ്തു. 4 അപ്ലോഡ് ചെയ്യുന്ന പറഞ്ഞാൽ ആ ഫസ്റ്റ് ഇയറിൽ സെക്കൻഡ് ഇയറിലെ അക്കൗണ്ടൻസിൻ്റെ ആ പുസ്തകത്തിലെ 4 ചാപ്റ്ററുകളും നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൻ്റെ പുസ്തകമുണ്ട്, അല്ലെങ്കിൽ AFSൻ്റെ പുസ്തകമുണ്ട്. അതിൽ നിന്നും ചാപ്റ്റേഴ്സ് നമുക്ക് അപ്ലോഡ് ചെയ്യാം. ഒരു ടീമിന് തന്നെ 2-3 ചാപ്റ്ററുകൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കാം. ഒരു ചാപ്റ്റർ ഒരു ടീം ഡിവൈഡ് ചെയ്ത രീതിയിലാണ് ഞാൻ ഇവിടെ ചെയ്തിരിക്കുന്നത്. നോർമലി 2 ടെക്സ്റ്റ് ബുക്ക് ഉള്ളത് കൊണ്ട് തന്നെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് കുറച്ച് ചാപ്റ്റേഴ്സ് ടീമുകൾക്ക് അലോട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ അപ്ലോഡ് ചെയ്ത എല്ലാ ഫയലുകളും വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ലോഗ് ഔട്ട് ചെയ്യാവുന്നതാണ്. ഇത്രയാണ് ഈ ക്വസ്റ്റ്യൻ പൂളിലേക്ക് ക്രിയേറ്റീവ് ക്വസ്റ്റ്യൻസ് അപ്ലോഡ് ചെയ്യുന്നതിന് വേണ്ട നിർദ്ദേശങ്ങളെന്ന് പറയുന്നത്. ഇത്രയും നേരം ഇത് കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമല്ലോ. നന്ദി.